ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസണിന്റെ ചരിത്രത്തിൽ ഇതുപോലെ തരം താഴ്ന്ന രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന വേറൊരു കണ്ടസ്റ്റന്റിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. സീസൺ 5 വരെയുള്ള എല്ലാ സീസണുകളും കണ്ട ആൾക്കാരാണ് നമ്മൾ. അതിൽ പല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രൊവോക്കിങ്ങിന്റെ പീക്ക് ലെവലായിട്ടുള്ള റിയാസ് സലീമിനെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുളി ഫിറോസിനെ കണ്ടതാണ്. അവരൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പക്ഷേ BB6 ജാസ്മിൻ പ്രൊവോക്ക് ചെയ്യുന്ന രീതി വളരെ തരം താഴ്ന്ന രീതിയിലാണെന്ന് പറയേണ്ടി വരും. ഒരു ചാളമേരി ചന്തമേരി സംസ്കാരം ആണ് ജാസ്മിൻ അവിടെ ചെയ്യുന്നത്. മനഃപൂർവ്വമാണോ ഇനി ആ കുട്ടി റിയൽ ആയിട്ട് അങ്ങനെ തന്നെയാണോ എന്ന് നമുക്കറിയില്ല. എന്ത് തന്നെയായാലും ഇത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരുടെ പൊതുവെയുള്ള അഭിപ്രായം. കാരണം പല വീഡിയോയ്ക്ക് താഴെയും വരുന്ന കമന്റുകൾ കണ്ടാൽ നമുക്കറിയാം എല്ലാവരുടെയും പൊതു അഭിപ്രായം ഇത് തന്നെയാണ്. ഈ കുട്ടിയുടെ നാക്ക് നിയന്ത്രിക്കണം. പ്രൊവോക്കിംഗ് ആവാം, പക്ഷെ ഇങ്ങനെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രൊവോക്കിംഗ്, ആ കുട്ടിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സഹിക്കാൻ കഴിയില്ല. അമ്മാതിരി തരം താഴ്ന്ന രീതിയിലുള്ള വാക്കുകളാണ് അത് ഉപയോഗിക്കുന്നത്. നിസാരമായിട്ടുള്ള ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് സിബിനെ അത്രയധികം മാനസികമായി ടോർച്ചർ ചെയ്ത ബിഗ് ബോസ് ഇത് കാണുന്നില്ലേ എന്നുള്ളതാണ് അതിശയം. കാരണം ഇന്നലെ ജിൻഡോയ്ക്ക് നേരെയും നോറയ്ക്ക് നേരെയൊക്കെ ജാസ്മിൻ പ്രയോഗിച്ച വാക്കുകൾ എന്ന് പറഞ്ഞാൽ കേട്ട് നിൽക്കുന്നവർക്ക് അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ്. തെറി, പച്ച തെറി പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഗണത്തിൽ കൂടി കൂട്ടാൻ കഴിയില്ല. ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഒരു ചന്തയിലുള്ള സംസ്കാരമാണ്, ചന്തയിലൊക്കെ കാണിക്കുന്ന സംസ്കാരം എന്ന് പറയില്ലേ, അവർ കൂടി ഇതിനേക്കാൾ ബെറ്റർ ആണ് തോന്നുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള വർത്താനാണ്. നീ ഏടാ വാടാ പോടാ പട്ടി, നിന്നെ കണ്ട പട്ടിയെ പോലെ ഉണ്ട്, നീ പട്ടിയാണ്, നീ ബോബോന്ന് കൊരക്കടാ, എന്തൊക്കെയോ പറയുന്നുണ്ട്. വായിൽ വന്നത് മുഴുവനും വിളിച്ചു പറയാണ്. ഒരു ലൈസൻസ് ഇല്ല, അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത്രയും ദിവസവും ഇത് തന്നെയാണ് ആ കുട്ടി അവിടെ പയറ്റിയത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ പറയാൻ സമ്മതിക്കില്ല. അവരുടെ ഭാഗം അവർക്ക് വിശദീകരിക്കാനുള്ള അവസരം കൊടുക്കാതെ അവരുടെ മനസ്സിനെ ഡൗൺ ആക്കുന്ന രീതിയിൽ വർത്താനം പറയാന്നുള്ളതാണ് ആ കുട്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ പോലും, അതായത് പ്രൊവോക്കിംഗ് ചെയ്യുക, മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഗെയിം. അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെ, ഒരു മിനിമം സ്റ്റാൻഡേർഡ് കാണിക്കണം. അതില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ കാര്യത്തിൽ എല്ലാവരെയും വെറുപ്പിക്കുന്ന കാര്യം. അതുപോലെ ഇന്നലെ രാത്രി നോറയോട് ബാത്റൂമിൽ വെച്ചിട്ട് പറഞ്ഞ ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകൾ. നോറ ഒന്നും മിണ്ടുന്നില്ല, വെറുതെ ഒരു സീൻ ഉണ്ടാക്കുകയാണ്. ഒരു സീൻ ഇപ്പൊ നോറ പറഞ്ഞ പോലെ കണ്ടന്റ് ഇല്ല, നോറ അൻസിബയൊക്കെ പറഞ്ഞ പോലെ കണ്ടന്റ് ഇല്ല. ഗബ്രി ആയിരുന്നു ജാസ്മിന്റെ കണ്ടന്റ്. ഗബ്രി പോയതോട് കൂടിയിട്ട് കണ്ടന്റ് ഇല്ല. അതിന് കാണുന്നവരെയൊക്കെ മെക്കിട്ട് കയറുക, വായി തോന്നുന്ന പറയുക എന്നുള്ളതാണ് ഇപ്പൊ ജാസ്മിന്റെ കണ്ടന്റ്. ഇന്നലെ ആ രാത്രി ആ ബഹളത്തിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം നിസ്സാര കാര്യമാണ്, ഞങ്ങൾക്ക് ഇവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ എനിക്ക് കുളിക്കേണ്ടതാണ്, പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് തീർക്കാവുന്നതിനെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി. അതിന്റെ കൂടെ സിജോയും ചേർന്നു എന്നുള്ളതാണ് അതിശയിക്കുന്ന കാര്യം. കാരണം ജാസ്മിനെ താങ്ങാൻ എപ്പോഴും കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നത്. ജാസ്മിൻ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ അതിനെ എതിർത്ത് സംസാരിക്കുന്നുള്ളൂ. അതും ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് മറ്റുള്ളവരോട് പരദൂഷണം പറയുന്ന പോലെയാണ്. ആ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ സംസാര രീതി ശരിയല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ജാസ്മിന്റെ മുഖത്ത് നോക്കി ആരും അത് പറയുന്നില്ല. ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞോ നീ സംസാരിക്കുന്ന രീതി ശരിയല്ല. ഇപ്പൊ ജാസ്മിന്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരായാലും വേറെ മാറ്റിയിരുത്തി കൊണ്ടുപോയി പറയാം, അല്ലെ, ഈ അപ്സരയ്ക്കൊക്കെ പറയാം നീ ഈ സംസാരിക്കുന്ന രീതി ശരിയല്ല, ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയല്ല, അതുകൊണ്ട് നീ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് ആരും ചെയ്യുന്നില്ല. പലരും അത് കേട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള നിലപാടുള്ള കുറച്ച് ആളുകളും അവിടെ ഉണ്ട്. അത് തന്നെ ആയിരിക്കണം ആ കുട്ടിയുടെ ധൈര്യം. അതുപോലെ തന്നെ ബിഗ് ബോസോ ലാലേട്ടനോ ഒരു വാണിംഗ് പോലും കൊടുക്കുന്നില്ല. മറ്റു പലർക്കും നിസ്സാര തെറ്റുകൾക്ക് വാണിംഗ് കൊടുക്കുന്ന ബിഗ് ബോസ് ജിൻഡോയെ ഈ രീതിയിൽ അധിക്ഷേപിക്കുന്ന ജാസ്മിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അവർ ശ്രമിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ മനസ്സിലാവാത്തത്. കുറേ തവണയായി ഇപ്പൊ ജിൻഡോയെ പല രീതിയിൽ ജാസ്മിനെ അധിക്ഷേപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയെങ്കിലും ജാസ്മിന്റെ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന സംസാര ശൈലി ഒന്ന് കുറയ്ക്കണം എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും. ഗബ്രി സീക്രട്ട് റൂമിൽ ഉണ്ടാവും, കാണും എന്നുള്ള ലെവലിലാണ് ജാസ്മിൻ ഇപ്പൊ സംസാരിക്കുന്നതും വർത്താനം പറയുന്നതും നടക്കുന്നതും ഒക്കെ. അതാണ് സീക്രട്ട് റൂമിൽ ഉണ്ടാവും എന്നുള്ള ധാരണയാണ്. പുറത്തു പോയെന്നല്ല, പുറത്തു പോയിന്ന് 100% ഉറപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗെയിം മാറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചു വന്നാൽ ഗബ്രി തന്നെയാണ് കണ്ടന്റ് എന്നുള്ളത് മുൻനിർത്തിയാണ് ഇപ്പൊ ഗബ്രി 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 പറഞ്ഞ് നടക്കുന്നത്. അത് ബോറായിട്ടാണ് തോന്നുന്നത്.
അപ്പൊ അതും കുറെയൊക്കെ മാറ്റിയാൽ നന്നായിരിക്കും. അതിപ്പം തന്നെ ജിൻഡോ പൊളിച്ചിട്ടുണ്ട്. ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യാൻ പോയ ആളാ ശരിക്കും പെട്ടത് ജാസ്മിനാണ്. ജാസ്മിന്റെ നാവ് കൊണ്ട് തന്നെ പറയിപ്പിച്ച എന്റെ വെടുക്കാണ് ഗബ്രിയെ പുറത്താക്കിയത്. അപ്പോൾ ഗബ്രി പുറത്തായാലും ശരിക്കും ജിൻഡോ പറഞ്ഞ സത്യമാണ്, 100% ജാസ്മിന്റെ തെറ്റ് തന്നെയാണ്. കാരണം ജാസ്മിന് ഗബ്രി എപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഓടിച്ചെന്ന് വളഞ്ഞിട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗബ്രി 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 എന്ന് പറഞ്ഞാൽ മാറിയിരിക്കാനേ ഗബ്രിയെ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ തന്റെ വലയത്തിനുള്ളിൽ വരുതിക്കുള്ളിൽ നിർത്തിയിട്ടാണ് ഗബ്രിയോട് പ്രേക്ഷകർക്ക് ഇത്രയും വെറുപ്പ് തോന്നിയതും ആ വെറുപ്പ് കൊണ്ടാണ് ഗബ്രി പെട്ടെന്ന് പുറത്തു പോയതും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ 2 പേർക്കും 100 ദിവസം നിൽക്കാനുള്ള കാലിബറുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 100 ദിവസം നിൽക്കാനുള്ളൊരു കപ്പ് നേടിയിട്ടില്ലെങ്കിൽ 100 ദിവസം നിൽക്കാനുള്ള കാലിബറുള്ള വ്യക്തി തന്നെയാണ് ജാസ്മിൻ. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഭാഷ, പ്രയോഗിക്കുന്ന രീതി, അതൊക്കെ ഒരാളുടെ മുഖം കണ്ട, ആ കുട്ടി ഇന്നലെ കണ്ടു കഴിഞ്ഞാൽ ഈ വർത്താനൊക്കെ പറയുമ്പോൾ അതിന്റെ മുഖം കണ്ടാൽ നമുക്കിങ്ങനെ ദേഷ്യം വരും. ഒരുപോലെ ഉറഞ്ഞു തുള്ളിയിട്ട് ഭരണിപ്പാട്ട് പാടുന്ന ഒരു ജാസ്മിനാണ് ശരിക്കും ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ കഴിഞ്ഞത്. അതൊന്ന് നിയന്ത്രിച്ചാൽ വളരെ നല്ലത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വാണിംഗ് ജാസ്മിനും ബാധകമാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. അത് ഗെയിമാണെന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആ നിലവാരത്തിലേക്ക് താഴെഴുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഗെയിം ആയിക്കോട്ടെ, പ്രൊവോക്കിംഗ് ഗെയിമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇത്തരത്തിൽ ഗെയിം കളിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല.